ഹരേ രാമാം ഹരേ കൃഷ്ണ. എല്ലാവർക്കും നമസ്കാരം. 2026 വർഷം എത്തിക്കഴിഞ്ഞു. ഈ നക്ഷത്ര ജാതകർക്ക് അമൂല്യമായ ഭാഗ്യങ്ങൾ വന്നു ചേരും. ഇവർക്ക് വൻ സമ്പത്ത് വന്നു ചേരുവാനുള്ള യോഗമുണ്ട്. ഇത് വിദേശ ജോലി ഭാഗ്യമോ, അതുമല്ലെങ്കിൽ ലോട്ടറി, അതുമല്ലെങ്കിൽ വാതുവയ്പ്, പൂർവിക സ്വത്ത് എന്നിവയോ ആകാം. എന്നിരുന്നാലും വൻ സമ്പത്താണ് ഇവർക്കായി ഫലമായി പറയുന്നത്. അതായത് 2026 വർഷം തുടങ്ങി 6 മാസത്തിനുള്ളിൽ ഈ സൗഭാഗ്യങ്ങൾ ഇവർക്ക് വന്നു ചേരും. നിങ്ങൾക്കിതുവരെ ഉണ്ടായിരുന്ന എല്ലാവിധ രോഗാദി ദുരിതങ്ങളെല്ലാം ഒഴിഞ്ഞു പോകുന്നതാണ്. അതുപോലെ അപ്രതീക്ഷിതമായ വിവാഹ ബന്ധം വന്നു ചേരും. പ്രത്യേകിച്ചും വിവാഹം മുടങ്ങി നിൽക്കുന്ന ആളുകളാണ് നിങ്ങളെങ്കിൽ നിങ്ങൾ സ്വപ്നത്തിൽ പോലും വിചാരിക്കാത്ത നല്ല ബന്ധങ്ങൾ വന്നു ചേരുന്നതാണ്. ഇതുപോലെ സമൂഹത്തിൽ നല്ല രീതിയിൽ പ്രശസ്തിയിൽ വന്നു ചേരുവാനുമുള്ള യോഗമുണ്ട്. വിവാഹിതരായ ആളുകൾക്ക് ദാമ്പത്യത്തിൽ പൂർണ്ണമായ ഊഷ്മളതയുണ്ടാകും. സൗഭാഗ്യങ്ങളും വന്നു ചേരും. ആഭരണ ഭാഗ്യവും വിലപിടിപ്പുള്ള വസ്തുക്കൾ എന്നിവയെല്ലാം വന്നു ചേരുവാനുള്ള മഹാഭാഗ്യമുണ്ടാകും. അതുപോലെ കൊട്ടാര സദൃശ്യമായ വീടിന് ഇത്തരം നാളുകാർക്ക് ഭാഗ്യമുണ്ടാകും. ഇപ്പോൾ നിങ്ങൾക്ക് വീടുള്ള ആളുകളാണെങ്കിൽ കൂടിയും പുതിയ വലിയ വീട് വയ്ക്കുവാനുള്ള യോഗം വന്നു ചേരും. വീട് പണി തുടങ്ങിയ ആളുകൾക്കും അവ പൂർത്തീകരിക്കുവാൻ സാധിക്കുന്നതാണ്. അതുപോലെ തന്നെ ചില മേഖലയിൽ ഉയർച്ചയുണ്ടാകും. ബാങ്കിങ്, വിദ്യാഭ്യാസം, പുനർവിവാഹം ഇവയെല്ലാം നിങ്ങൾക്ക് ഭാഗ്യം എന്നു തന്നെ പറയാവുന്ന കാര്യങ്ങളാണ്. പുനർവിവാഹ ഭാഗ്യം രണ്ടാം വിവാഹത്തിനൊരുങ്ങി നിൽക്കുന്നവർക്കാണ്. ഞാനീ പറയുന്ന നക്ഷത്ര ജാതകർക്കാണ് ഈ സൗഭാഗ്യങ്ങൾ വന്നു ചേരുക. അതായത് ജ്യോതിഷപ്രകാരം 12 നാളുകാർക്കാണ് അമൂല്യ ഭാഗ്യം അഷ്ടമംഗല്യ പ്രശ്ന ഫലമായി പറയുന്നത്. അശ്വതി, മകം, മൂലം, കാർത്തിക, ഉത്രം, ഉത്രാടം, മകയിരം, ചിത്തിര, അവിട്ടം, പുണർദം, വിശാഖം, പൂരുരുട്ടാതി എന്നീ നക്ഷത്ര ജാതകർക്കാണ് ഈ അമൂല്യമായ ഭാഗ്യം വന്നു ചേരുക. ഈ നാളുകാർക്ക് ജ്യോതിഷപ്രകാരം വരുന്ന ഭാഗ്യങ്ങളാണ് ഇവയെല്ലാം. അതുപോലെ 5 രാശിക്കാർക്ക് ധനവും സമ്പത്തും സൗഭാഗ്യവും ഒന്നിനു പുറകെ ഒന്നൊന്നായി 2026 തുടക്കത്തിൽ മുതൽ പ്രതീക്ഷിക്കാം. അതായത് ലക്ഷ്മി നാരായണ യോഗം പുതുവർഷത്തിൽ വളരെയധികം നേട്ടങ്ങളാണ് നിങ്ങൾക്ക് സമ്മാനിക്കുക. ഇതിന് കാരണമാകുന്നത് ശുക്രനും ബുധനുമാണ്. ഇത് നിങ്ങളുടെ ജീവിതത്തിൽ വളരെയധികം മാറ്റങ്ങൾക്കാണ് തുടക്കം കുറിക്കുക. അനുകൂലമായ പല മാറ്റങ്ങളും നിങ്ങളുടെ ജീവിതത്തിൽ സംഭവിക്കുന്ന വർഷമാണ്. ഫെബ്രുവരി 4-നാണ് ബുധൻ കുംഭം രാശിയിലേക്ക് പ്രവേശിക്കുന്നത്. ഫെബ്രുവരി 6-ന് ശുക്രനും കുംഭം രാശിയിലേക്ക് എത്തുന്നു. ഇത് മാത്രമല്ല, രാഹു ഈ സമയം കുംഭം രാശിയിൽ തന്നെയാണ് സ്ഥിതി ചെയ്യുക. ഇത് 3 ഗ്രഹങ്ങൾ ഒരുമിച്ച് ചേരുന്നത് വഴി ത്രിഗ്രഹി യോഗവും ഈ സമയം രൂപം കൊള്ളുന്നുണ്ട്. അതിനോടൊപ്പം തന്നെ ലക്ഷ്മി നാരായണ രാജയോഗവും സംഭവിക്കുന്നു. എന്നാൽ ഏതൊക്കെ നക്ഷത്ര ജാതകർക്കാണ് വളരെയധികം ഗുണാനുഭവങ്ങളും ആർക്കൊക്കെയാണ് ജീവിതത്തിൽ പല മാറ്റങ്ങളും വരുന്നതെന്ന് നോക്കാം. അതായത് 12 രാശിക്കാരിൽ ചില രാശിക്കാർക്ക് മാത്രമാണ് ലക്ഷ്മി നാരായണ രാജയോഗം ഗുണഫലങ്ങൾ നൽകുക. ഇത് നിങ്ങളുടെ ജീവിതത്തെ പല വിധത്തിലുള്ള നേട്ടത്തിലേക്ക് കുതിക്കുവാൻ സഹായിക്കും. ആദ്യം മേടം രാശിക്കാരാണ്. മേടരാശിയിൽ ജനിച്ച ആളുകളാണ് നിങ്ങളെങ്കിൽ നിങ്ങളുടെ ജീവിതത്തിലെ എല്ലാത്തരം പ്രശ്നങ്ങളിൽ നിന്നും ലക്ഷ്മി നാരായണ യോഗം വഴി ആശ്വാസം ലഭിക്കുന്നതാണ്. ബിസിനസ് വിപുലീകരിക്കാൻ ശ്രമിക്കുന്ന ആളുകൾക്ക് നല്ല സമയമാണ് വന്നെത്തിയിരിക്കുന്നത്. നിങ്ങളുടെ പ്രതീക്ഷകൾക്കപ്പുറം നിങ്ങൾക്ക് വരുമാനം വന്നു ചേരും. കുടുംബ കാര്യങ്ങളിൽ നിങ്ങൾക്ക് സന്തോഷകരമായ സമയം ആസ്വദിക്കുവാൻ കഴിയുന്ന വർഷമാണ്. അടുത്തത് ഇടവം രാശിക്കാരാണ്. ഇടവ രാശിക്കാർക്ക് വളരെയധികം ധനനേട്ടമുണ്ടാകും. തൊഴിൽ സംബന്ധമായ പല മാറ്റങ്ങളും നിങ്ങൾക്ക് ഈ സമയം സംഭവിക്കുന്നതാണ്. കൂടാതെ നിങ്ങളുടെ കഴിവുകൾ ഏതൊരു സ്ഥലത്തും അംഗീകരിക്കപ്പെടുകയും സ്ഥാനക്കയറ്റം ജീവിതത്തിൽ സംഭവിക്കുകയും ചെയ്യുന്നതാണ്. ലോട്ടറി യോഗങ്ങൾ ഉണ്ടാകും. ഇത് മാത്രവുമല്ല, ശുക്രൻ്റെ മാറ്റത്താൻ നിങ്ങളെ തേടി പൂർവിക സ്വത്ത് എത്തുന്നതാണ്. ജോലിയിലെ ഉയർച്ച പല അത്ഭുത തരത്തിലുള്ള മാറ്റങ്ങൾ സമ്മാനിക്കും. എല്ലാ അർത്ഥത്തിലും പൂർണ്ണ പിന്തുണ ലഭിക്കുന്ന സമയം കൂടിയാണ്. വിദ്യാർത്ഥികളായ ആളുകൾക്ക് പരീക്ഷയിൽ പൂർണ്ണ വിജയം കരസ്ഥമാക്കുവാനും സാധിക്കുന്നതാണ്.
ബുധനും ശുക്രനും കൂടി ചേരുന്നതിനാൽ ഈ രാശിക്കാരായ നിങ്ങൾക്ക് നിങ്ങളുടെ കരിയറിൽ വലിയ വിജയവും പ്രശസ്തിയും വന്നു ചേരും. നിങ്ങളുടെ ആരോഗ്യ കാര്യത്തിലെല്ലാം തന്നെ വളരെയധികം പുരോഗതി ദൃശ്യമാകുന്നതാണ്. നിങ്ങളുടെ അധ്വാനത്തിനുള്ള പ്രതിഫലം വന്നു ചേരും. നിങ്ങളുടെ ദീർഘകാല സ്വപ്നം എല്ലാം തന്നെ സാക്ഷാത്കരിക്കപ്പെടുന്ന ഒരു മനോഹരമായ സമയമാണ് 2026. അടുത്തത് മിഥുനം രാശിക്കാരാണ്. മിഥുന രാശിക്കാർക്ക് ലക്ഷ്മി നാരായണ രാജയോഗം വഴി പല വിധത്തിലുള്ള ഗുണഫലങ്ങൾ വന്നു ചേരും. തൊഴിൽ രംഗത്ത് പല തരത്തിലുള്ള ഉയർച്ചയും നിങ്ങളെ തേടിയെത്തുന്നതാണ്. ജോലിയിൽ ഉയർച്ചയും സ്ഥാനമാനവും നിങ്ങളെ തേടിയെത്തും. തൊഴിൽ രംഗത്ത് സഹപ്രവർത്തകരുടെ പിന്തുണ എല്ലാ രീതിയിലും വന്നു ചേരും. പുതിയ വാഹനം വാങ്ങുന്നതിനും വീട് വാങ്ങുന്നതിനും ഏറ്റവും മികച്ച വർഷമാണ്. സമൂഹത്തിൽ നിങ്ങൾക്ക് ആദരവും ബഹുമാനവും ലഭിക്കും. കൂടാതെ ദാമ്പത്യ ജീവിതത്തിലെ എല്ലാവിധ തെറ്റിദ്ധാരണകളെല്ലാം മാറി പ്രണയാതുരമായ ദാമ്പത്യ ജീവിതം വന്നു ചേരുന്ന വർഷമാണ്. അടുത്തത് കർക്കിടകം രാശിക്കാരാണ്. കർക്കിടക രാശിക്കാർക്ക് ത്രിഗ്രഹി രാജയോഗം വന്നു ചേരും. ഇത് പല വിധത്തിലുള്ള ഗുണ അനുഭവങ്ങളെയാണ് സൂചിപ്പിക്കുന്നത്. അതായത് നിങ്ങളുടെ ജീവിതത്തിൽ ഇനി ഇരട്ടി നേട്ടമാണോ ഓരോ സാഹചര്യത്തിലും നിങ്ങളെ കാത്തിരിക്കുന്നത്. വിദേശ യാത്രയ്ക്കുള്ള ഭാഗ്യമുണ്ട്. രാഹുവിൻ്റെ സ്ഥാനം ജോലി സ്ഥലത്ത് പല വിധത്തിലുള്ള മാറ്റങ്ങൾ സമ്മാനിക്കും. തിടുക്കത്തിൽ തീരുമാനമെടുക്കുന്നതിൽ മാത്രം അല്പം ആലോചിക്കുന്നത് ഗുണകരമാകും. സാമ്പത്തികമായ പല രീതിയിലുമുള്ള മാറ്റങ്ങളും അത്ഭുതപ്പെടുന്ന തരത്തിൽ മാറുന്നതാണ്. സന്തോഷകരമായ പല മാറ്റങ്ങളും നിങ്ങളുടെ ജീവിതത്തിൽ ഈ സമയം തേടിയെത്തും. ആരോഗ്യ പ്രശ്നങ്ങളെയെല്ലാം തന്നെ പൂർണ്ണമായും പ്രതിരോധിക്കുവാനും നിങ്ങൾക്ക് 2026 സാധിക്കുന്നതാണ്. അടുത്തത് ചിങ്ങം രാശിക്കാരാണ്. ബുധനും ശുക്രനും ചേർന്ന് രൂപപ്പെടുത്തുന്ന ലക്ഷ്മി നാരായണ രാജയോഗം ഈ രാശിക്കാർക്ക് പല രീതിയിലുമുള്ള നേട്ടങ്ങൾ സമ്മാനിക്കും. അവിവാഹിതരായ ആളുകൾക്ക് വിവാഹ യോഗമുണ്ടാകും. നിങ്ങളുടെ ജീവിതത്തിലേക്കൊരു പുതിയ പ്രണയം കടന്നു വരുന്നതാണ്. ബന്ധങ്ങളെല്ലാം തന്നെ ശക്തിപ്പെടും. നിങ്ങളുടെ കരിയറിൽ നിങ്ങൾക്ക് ഉയർന്ന സ്ഥാനമാനങ്ങൾ നിങ്ങളെ തേടിയെത്തുന്ന വർഷം കൂടിയാണ്. അടുത്തത് കന്നി രാശിക്കാരാണ്. കന്നി രാശിക്കാരായ ആളുകൾക്ക് ലക്ഷ്മി നാരായണ യോഗം വഴി പല രീതിയിലുമുള്ള നേട്ടങ്ങൾ വന്നു ചേരും. അടുത്ത ആളുകളുമായി അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടാകുന്നതാണ്. വീട്ടിലെ ഉത്തരവാദിത്തങ്ങൾ നിർവഹിക്കുന്നതിൽ നിങ്ങൾക്ക് ചില തടസ്സങ്ങൾ നേരിടേണ്ടി വന്നേക്കാം. എന്നിരുന്നാലും ഓരോ ഘട്ടത്തിലും നിങ്ങൾക്ക് ഇണയിൽ നിന്നും പിന്തുണ വന്നു ചേരും. നിങ്ങളുടെ സ്വകാര്യ ജീവിതത്തിൽ സമ്മിശ്രമായ ഫലങ്ങളാണ് കന്നി രാശിക്കാരായ ആളുകളെ കാത്തിരിക്കുന്നത്. അടുത്തത് തുലാം രാശിക്കാരാണ്. തുലാം രാശിക്കാരായ ആളുകൾക്ക് ലക്ഷ്മി നാരായണ രാജയോഗം വഴി ദാമ്പത്യ ജീവിതത്തിൽ സന്തോഷവും സമാധാനവും സമ്മാനിക്കും. പുതിയ ബിസിനസ് മാറ്റങ്ങൾ നിങ്ങളെ അത്ഭുതപ്പെടുന്ന തരത്തിലേക്ക് വളരെയധികം നേട്ടത്തിലേക്കും എത്തിക്കുന്നതാണ്. ബിസിനസ് ആരംഭിക്കുന്നതിന് ഏറ്റവും മികച്ച വർഷം കൂടിയാണ് 2026. കുടുംബത്തിൽ സന്തോഷത്തിൻ്റെ എല്ലാവിധ മാറ്റങ്ങളും നിങ്ങളെ തേടിയെത്തും. ബിസിനസ്സിൽ പല വിധത്തിലുള്ള ഉയർച്ചകൾ വന്നു ചേരും. വ്യക്തിപരമായും തൊഴിൽപരമായും പല മാറ്റങ്ങളും നിങ്ങളുടെ ജീവിതത്തിൽ തേടിയെത്തുന്ന വർഷമാണ്. അതെല്ലാം തന്നെ നിങ്ങൾക്ക് അനുകൂലമായി ഭവിക്കുന്നു എന്നതിൽ യാതൊരു രീതിയിലുമുള്ള സംശയം വേണ്ട. ജീവിതത്തിൽ നിങ്ങൾക്കിനി വിജയം മാത്രമാണ് ഉണ്ടാകുക. അതുപോലെ വളരെ കാലമായി മുടങ്ങിക്കിടന്നിരുന്ന ജോലികൾക്ക് ആക്കം കൂടുന്നതാണ്. ജോലിയിൽ നിങ്ങൾക്ക് വലിയ വിജയം അനുഭവപ്പെടും. ജീവിതത്തിൽ പുരോഗതിക്കുള്ള അവസരങ്ങൾ പടിപടിയായി വർദ്ധിക്കുന്നതാണ്. ദാമ്പത്യ ജീവിതത്തിലും വളരെയധികം സന്തോഷകരമായി ഭവിക്കുന്നതാണ്. അടുത്തത് വൃശ്ചികം രാശിക്കാരാണ്. ലക്ഷ്മി നാരായണ യോഗം നിങ്ങൾക്കതിരറ്റ സമ്പത്തും സമൃദ്ധിയും സമ്മാനിക്കും. നിങ്ങൾ ആഗ്രഹിച്ചില്ലെങ്കിലും ഒരാളോട് നീരസമുണ്ടെങ്കിൽ തന്നെ അത് ഉരുകുവാൻ സമയമായി എന്ന് തന്നെ പറയാം. ജോലിയിൽ ആത്മവിശ്വാസം വർദ്ധിക്കും. നിങ്ങളുടെ കഴിവുകളെല്ലാം തന്നെ ഒരു വജ്രം പോലെ തിളങ്ങുന്ന വർഷമാണ്. എല്ലാ ദിശകളിൽ നിന്നുമുള്ള ബുദ്ധിമുട്ടുകളെല്ലാം മറികടന്ന് നിങ്ങൾക്ക് ജീവിതത്തിൽ ഒരു സുവർണ കാലം 2026 ആസ്വദിക്കുവാൻ കഴിയുന്നതാണ്. അടുത്തത് ധനു രാശിക്കാരാണ്. ധനു രാശിക്കാരായ ആളുകളുടെ ജീവിതത്തിൽ ലക്ഷ്മി നാരായണ രാജയോഗം പുരോഗതിയുടെ പാത തുറക്കുന്ന വർഷമാണ്. നിങ്ങളുടെ ജോലിയിൽ പ്രശസ്തിയും അംഗീകാരവും ലഭിക്കും. നിങ്ങളുടെ സാമ്പത്തിക സ്ഥിതി വളരെയധികം മെച്ചപ്പെടുന്നതാണ്. ബിസിനസ് വിപുലീകരണത്തിന് ഇത് നല്ല ഒരു വർഷവും നല്ല സമയം കൂടിയാണ്. നിങ്ങളുടെ ജീവിതത്തിലെല്ലാ രീതിയിലും നല്ല ഒരു പോസിറ്റീവ് എനർജി വർദ്ധിക്കുന്നതാണ്.
തൊഴിലില്ലാത്ത ആളുകളാണ് നിങ്ങളെങ്കിൽ നിങ്ങളുടെ വളരെ കാലത്തെ സ്വപ്നം തുല്യമായ ആ ജോലി നിങ്ങൾക്ക് വന്നു ചേരും. അടുത്തത് മകരം രാശിക്കാരാണ്. മകര രാശിക്കാർക്ക് ഈ സമയം മംഗളകരമായ പല കാര്യങ്ങളും സംഭവിക്കും. ആത്മവിശ്വാസം നിങ്ങളുടെ വളരെയധികം വർദ്ധിക്കുന്നതാണ്. സ്വത്ത് സംബന്ധമായ കാര്യങ്ങൾക്ക് അനുകൂലമായ വിധി നിങ്ങൾക്ക് വന്നു ചേരും. ആത്മീയമായ കാര്യങ്ങളിൽ താല്പര്യം വർദ്ധിക്കുന്നതാണ്. സ്വയം വികസനത്തിൻ്റെ കാര്യത്തിൽ നിങ്ങൾക്ക് മികച്ചു നിൽക്കുവാൻ കഴിയും. അപ്രതീക്ഷിതമായ സാമ്പത്തിക നേട്ടങ്ങളാണ് നിങ്ങളെ 2026 തേടിയെത്തുക. തൊഴിൽ സംബന്ധമായ പല മാറ്റങ്ങളും നിങ്ങളുടെ ജീവിതത്തിൽ പല വിധത്തിലുള്ള സന്തോഷവും സമാധാനവും തേടിയെത്തുന്ന സമയം കൂടിയാണ്. വരുമാന മാർഗങ്ങളിൽ ഇരട്ടി സാമ്പത്തിക നേട്ടം നിങ്ങളെ തേടിയെത്തും. പല വിധത്തിലുള്ള നേട്ടങ്ങൾ ഒന്നിനു പുറകെ ഒന്നായി തേടിയെത്തുന്നതിൽ യാതൊരു രീതിയിലുമുള്ള സംശയം വേണ്ട. ജോലി അന്വേഷിക്കുന്ന ആളുകളാണ് നിങ്ങളെങ്കിൽ നിങ്ങൾക്ക് അനുകൂലമായ ജോലി വന്നു ചേരും. അടുത്തത് കുംഭം രാശിക്കാരാണ്. ലക്ഷ്മി നാരായണ യോഗം ബുധനും ശുക്രനും കൂടിച്ചേരുന്നത് ഈ രാശിക്കാർക്ക് സമ്മിശ്രമായ ഫലങ്ങൾ സമ്മാനിക്കും. സാമ്പത്തികമായ സ്ഥിതി നിങ്ങളുടെ വളരെയധികം മെച്ചപ്പെടുന്നതാണ്. എന്നിരുന്നാലും അമിതമായ ചെലവ് നിങ്ങളെ കുഴപ്പത്തിലാക്കുവാൻ ഇടയുണ്ട്. നിങ്ങളുടെ ചുറ്റുമുള്ളവർ കാരണം പ്രശ്നങ്ങൾ വളരെയധികം ഉണ്ടാകുവാൻ കാരണമാകും. നിക്ഷേപങ്ങളിൽ നിന്ന് വിട്ടു നിൽക്കുന്നതാണ് കരണീയം. അടുത്തത് മീനം രാശിക്കാരാണ്. ബുധനും ശുക്രനും കൂടി ചേരുന്നത് ഈ രാശിക്കാർക്ക് പലതരത്തിലുള്ള ബുദ്ധിമുട്ടുകളും വരുത്തിവെക്കും. ഈ സമയത്ത് നിങ്ങളുടെ സംസാരം വളരെയധികം നിയന്ത്രിക്കേണ്ടതാണ്. ബിസിനസ്സിൽ എല്ലാ രീതിയിലും വളരെയധികം ജാഗ്രതയും ഓരോ ചൂടുകൾ വയ്ക്കുമ്പോഴും വളരെയധികം ശ്രദ്ധിക്കേണ്ടത് ഗുണകരമായി ഭവിക്കുന്നതാണ്. എല്ലാവർക്കും ഭഗവാന്റെ അനുഗ്രഹവും കടാക്ഷവും ഈശ്വരനാമത്താൽ വന്നു ചേരട്ടെ.